ഈ തലമുറയിലെ ഇസഹാക്കിൻ്റെ ജനറേഷനിൽപ്പെട്ട ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഞാനും നിങ്ങളുമെങ്കിൽ തലമുറയുടെ വിഷയത്തിനകത്ത് ഒത്തിരി അലയേണ്ടി വരത്തില്ല. തലമുറയുടെ ഭാവിയുടെ വിഷയത്തിനകത്ത് ഒത്തിരി ഉഴലേണ്ടി വരത്തില്ല. ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ തലമുറയുടെ ഭാവിയെ ദൈവം നിറവേറ്റാനിടയായിത്തീരും. മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. വീണ്ടും നല്ലൊരു പ്രഭാതം കൂടെ പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാണ്. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 2-ാമത്തെ വാക്യം, 1-ാം വാക്യം തൊട്ട് വായിക്കുക. അബ്രഹാം വയസ്സ് ചെന്ന് വൃദ്ധനായി. യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. തൻ്റെ വീട്ടിൽ മൂപ്പനും തനിക്കുള്ളതിനൊക്കെയും വിചാരകനുമായ ദാസനോട് അബ്രഹാം പറഞ്ഞത്, നിന്റെ കൈ എൻ്റെ തുടയും കീഴിൽ വയ്ക്കുക. ചുറ്റും പാർക്കുന്ന കനാന്യരുടെ കന്യകമാരിൽ നിന്ന് നീ എൻ്റെ മകന് ഭാര്യ എടുക്കാതെ എൻ്റെ ദേശത്തും എൻ്റെ ചാർച്ചക്കാരുടെ അടുക്കലും ചെന്ന് എൻ്റെ മകനായ ഇസഹാക്കിന് ഭാര്യ എടുക്കുമെന്ന് സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെക്കൊണ്ട് സത്യം ചെയ്യിക്കും. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ വചനത്തിനായിട്ട് സ്തോത്രം. നിങ്ങളുടെ തലമുറയുടെ ഭാവിയുടെ സമയമായെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കണം. അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം. ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വന്ന് കയറരുത്. ഏതെങ്കിലും നിൻ്റെ കുടുംബത്തിനകത്ത് കയറരുത്. വാക്തത്വ തലമുറയ്ക്ക് വാക്തത്വ നന്മ തന്നെ വരണം. അത് ദൈവം തന്നെ കൊണ്ടുതരണം. നോക്കിയേ, ഇസഹാക്കങ്ങ് വളർന്നു കേട്ടോ. മുലകുടി മാറിയ പൈതൽ വളർന്ന് അമേൻ ആ യാഗത്തിൻ്റെ വിഷയത്തിലൂടെ കടന്നുപോയി. അവൻ വളർന്നു വിവാഹപ്രായമായി. ഈ സമയം ഓൾറെഡി സാറ മരിച്ചു കഴിഞ്ഞു. സാറ മരിക്കുമ്പോൾ 127 വയസ്സായിരുന്നു സാറായിക്ക്. ഇസഹാക്കിന് അന്നേരം എത്ര വയസ്സുണ്ട്? 37 വയസ്സ് പ്രായമുണ്ട്. കാരണം 90-ാമത്തെ വയസ്സിലാണ് ആമേൻ ഇസഹാക്ക് ജനിക്കുന്നത്. സാറായിക്ക് 90 വയസ്സുള്ളപ്പോഴാണ് ജനിക്കുന്നത്. 127 വയസ്സിലാണ് ആമേൻ സാറ മരിക്കുന്നത്. അപ്പം മൊത്തം 37 വയസ്സ് കഴിഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന് ടൈമായി. ആർക്ക് മനസ്സിലായി? അബ്രഹാമിന് മനസ്സിലായി. തൻ്റെ ഭവനത്തിനകത്ത് വിശ്വസ്തനായ എലയാസനെ വിളിച്ചിട്ട് വിടുക, പറഞ്ഞു വിടുക. അബ്രഹാമിനറിയാം, എന്നെ വിളിച്ചിറക്കിയ ദൈവം എൻ്റെ വാർദ്ധക്യ കാലത്ത് എൻ്റെ കൂടെ ഉണ്ട്, എന്നെ തള്ളിക്കളയത്തില്ല. എനിക്കിപ്പോൾ ശാരീരികമായിട്ട് ബലമില്ലെങ്കിലും ശക്തിയില്ലെങ്കിലും എനിക്കൊരു കാര്യക്കാരനെ ദൈവം തന്നിട്ടുണ്ട്. അവൻ വിശ്വസ്തനാണ്, അവൻ എലയാസറാണ്. അവനെ ഈ കാര്യം ഫലമേൽപ്പിക്കാം. അങ്ങനെ ഫലമേൽപ്പിക്കപ്പെട്ട ആമേൻ എലയാസർ ഈ പൈതലിന് വേണ്ടി പെൺകുട്ടിയെ തിരക്കി പോവുക. ആ ഭാഗം നിങ്ങളൊന്ന് ചിന്തിച്ചേ. ദിവസങ്ങളോളം അവർ യാത്ര ചെയ്തു. ആഴ്ചകളോളം അവർ മുന്നോട്ട് പോയി. ഇപ്പോൾ അബ്രഹാമും അവൻ്റെ കുടുംബമായിട്ട് ഒത്തിരി ദൂരെയാണ്. ഇത്രയും ദൂരം തിരിച്ചു വരികയാ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ചിന്ത പറയട്ടെ. ഹല്ലേലൂയ. ഒരു കിണറിൻ്റെ അടുത്തെത്തിയപ്പോൾ എലയാസന് മുമ്പോട്ട് ചലിക്കാൻ പറ്റുന്നില്ല. എലയാസന് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല. അവൻ്റെ കാര്യം മനസ്സിലായി. ഇവിടെ എന്തോ സംഭവിക്കാൻ പോവാ, ഇവിടെ എന്തോ നടക്കാൻ പോവാ. അടുത്ത നിമിഷം അബ്രഹാമിൻ്റെ ദൈവത്തോട്, എൻ്റെ ദൈവം അവന് വിളിക്കാൻ പറ്റുന്നില്ല, അബ്രഹാമിൻ്റെ ദൈവത്തോട്, എൻ്റെ യജമാനൻ്റെ ഈ കാര്യം സഫലമാക്കിയോ ഹല്ലേലൂയ അവിടുന്ന് അറിയിച്ചാട്ടെ. ആമേൻ. അവിടെ പറയുന്നൊരു പദമുണ്ട്, 15-ാമത്തെ വാക്യം. അവൻ പറഞ്ഞു തീരും മുമ്പേ. എന്തുവാണ് അവൻ പറഞ്ഞത്? എൻ്റെ യജമാനായ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവേ, എൻ്റെ യജമാനായ അബ്രഹാമിനോട് കൃപ ചെയ്ത് ഇന്ന് തന്നെ കാര്യം സാധിപ്പിക്കണമേ. ഇതാ ഞാൻ കിണറ്റിനരികെ നിൽക്കുന്നു. ഈ പട്ടണക്കാരുടെ കന്യകമാർ വെള്ളം കോരാൻ വരുന്നു. നിന്റെ പാത്രം ഇറക്കി എനിക്ക് കുടിപ്പാൻ തരണമെന്ന് ഞാൻ പറയുമ്പോൾ കുടിക്കുക, നിന്റെ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുക്കാമെന്ന് പറയുന്ന സ്ത്രീ തന്നെ നിന്റെ ദാസനായ ഇസഹാക്കിന് നിയമിച്ചവളായിരിക്കട്ടെ. നീ നിന്റെ യജമാനോട് കൃപ ചെയ്തുവെന്ന് ഞാൻ ഇതിനാഗ്രഹിക്കും. ദൈവത്തോടൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവമെന്ന് എലയാസന് പറയാൻ പറ്റുന്നില്ല. എൻ്റെ യജമാനനായ അബ്രഹാമിൻ്റെ ദൈവമേ. ഉണ്ടോ? കെയർ ഓഫിൽ അവൻ അടുത്തു വരും. പക്ഷേ എന്നാലും അബ്രഹാമിനോട് ദൈവത്തിന് വിശ്വസ്തത നിറവേറ്റിയേ പറ്റത്തുള്ളൂ. അബ്രഹാമിനോട് ആ ദൈവത്തിന് ആ കാര്യം ചെയ്തേ പറ്റത്തുള്ളൂ. ആമേൻ. അവിടെ പറയുന്ന പദം കണ്ടോ? അവൻ പറഞ്ഞു തീരും മുമ്പേ. 15-ാം വാക്യം നോക്കിയേ. അവൻ പറഞ്ഞു തീരും മുമ്പേ അബ്രഹാമിൻ്റെ സഹോദരനായ നാഹോറിൻ്റെ ഭാര്യ മിൽക്കായുടെ മകൻ ബെതുവേലിൻ്റെ മകൾ റിബേക്ക തോളിപ്പാത്രവുമായിട്ട് വന്നു. ചിലർ നീ പറയാൻ സ്വർഗം വെയിറ്റ് ചെയ്യുന്നുണ്ട് കുഞ്ഞെ. ചില ദൈവശബ്ദം നീ പറയാൻ
എപ്പോഴാണ് പറയേണ്ടത്? ഒരു സാധ്യതയും മുന്നിലില്ല, മരുഭൂമിയാണ്. പക്ഷെ ഒരു ദൈവപ്രവൃത്തിയുടെ സമയമായെന്ന് നിനക്ക് ബോധ്യപ്പെടുക. പറഞ്ഞു തുടങ്ങിക്കോ. പറഞ്ഞു തീരും മുമ്പേ ദൈവത്തിൻ്റെ ദൂത് നിറവേറാൻ പോവുക. എനിക്കറിയത്തില്ല ഈ ദൂത് ആരോടൊക്കെയുള്ള ദൈവശബ്ദമാണ്. നീ ചിലത് പറഞ്ഞു തുടങ്ങിക്കോ. നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ പ്രാർത്ഥനാ സ്ഥലത്ത് അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പറഞ്ഞു തുടങ്ങിക്കോ. തീരുന്നതിന് മുമ്പ് ഒരു അത്ഭുതം നടക്കാൻ പോവുക. നോക്കിയേ, ഈ പെങ്കൊച്ചു എന്ന് പറയാ വെള്ളം കുടിക്കാൻ തട്ടേന്ന്. അപരിചിതനായി വ്യക്തിയോട് ചോദിക്കുക, വെള്ളം കുടിക്കാൻ തട്ടേന്ന്. അവൻ പറഞ്ഞു കുടിക്കാൻ താന്ന് പറഞ്ഞു. കുടിച്ചോണ്ടിരിക്കും പറഞ്ഞു നിന്റെ ഒട്ടകങ്ങൾ കൂടെ കൊടുക്കട്ടെ എന്ന്. നിങ്ങൾ ചിന്തിച്ചേ, ഇന്നത്തെ കൂട്ടർ സ്വിച്ച് ഇട്ടാൽ ടാങ്കിനകത്ത് വെള്ളം നിറയുന്ന കണക്ഷൻ അല്ലത്. കപ്പിയും കയറൊന്നും ഇല്ല. ആമേൻ, ഹല്ലേലൂയ. പടികളുള്ള കിണറ്റിൽ ഇറങ്ങിപ്പോയി വെള്ളം കോരിക്കൊണ്ട് വരണം. ഈ തോൽപാത്രം വെള്ളം കോരിക്കൊണ്ട് വരുന്നതിന് പകുതി എന്ത് ചെയ്യും? നഷ്ടപ്പെടും. പക്ഷേ ഈ പെങ്കൊച്ച് പറയുക, ഹല്ലേലൂയ, ഞാൻ കോരിക്കൊണ്ടുവരാം, നിന്റെ ഒട്ടകങ്ങൾ കൂടെ ഞാൻ കൊടുക്കാം. 150 മുതൽ 225 ലിറ്റർ വരെ വെള്ളം കുടിക്കുന്ന ഒട്ടകങ്ങൾ, 10ഓളം ഒട്ടകങ്ങളുണ്ട്. ഇതിന് വെള്ളം കൊടുക്കാമെന്ന് പറയണമെങ്കിൽ ഈ പെങ്കൊച്ച് ആരാ? ഇത് എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? ഇത് ദൈവകരമല്ലേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ദൈവശക്തിയല്ലേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്? അതേ പ്രിയ ദൈവം, ഇതിലെ ഒരിക്കലും സാധ്യതയില്ലാത്ത നിന്റെ ജീവിതത്തിനകത്ത് ചില ഇടങ്ങളിൽ ഇങ്ങനൊരു ദൈവപ്രവൃത്തി നടക്കാൻ റെഡി ആയിക്കോ. ഇങ്ങനൊരു ദൈവിക ഇടപെടലിൽ നടക്കാൻ പോകാൻ റെഡി ആയിക്കോ. ആമേൻ. ഈ ദൈവത്തിൽ എലയാസർ വിശ്വസിക്കുന്ന രീതിയിലേക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മാറ്റപ്പെട്ടു കേട്ടോ. യെസ്, ആ ദൈവങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വലിയ മഹത്വത്തിൻ്റെ കരം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ജീവനായിട്ട് മാറട്ടെ, സൗഖ്യമായിട്ട് ആരോഗ്യമായിട്ട് തീരട്ടും പ്രാർത്ഥിക്കുന്നു. യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.